എത്രയും പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരൊറ്റ പെണ്ണുങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അവർ കണ്ട സീരിയൽ പകുതി പോലും ആയിട്ടില്ല. എന്റെ കൊച്ചിന്, എന്റെ ആദ്യത്തെ കുട്ടിക്ക് അവനെ പ്രസവിച്ചതിനാണ് ഒരു സീരിയൽ തുടങ്ങിയത്. ഞാൻ മിനിങ്ങാന്ന് ഭാര്യയോട് പറഞ്ഞു, അത് ഇതുവരെ തീർന്നിട്ടില്ലാന്ന്. അത് ആദ്യ സംവിധാനം ചെയ്ത ആളും മരിച്ചു, രണ്ടാമത് സംവിധാനം ചെയ്ത ആളും മരിച്ചു. ഇനി അയാളുടെ മോനാണ് സംവിധാനം ഇപ്പൊ ചെയ്യുക. സീരിയൽ പകുതിയായിട്ട് അതിൽ ആദ്യത്തെ ദുഷ്ട പിന്നെ നന്നാവും, പിന്നെ അവള് ദുഷ്ടയാവും, പിന്നെ അടുത്ത് നന്നാവും, അമ്മാതിരി. അപ്പൊ ഇനിയിപ്പൊ അത് തീർന്നിട്ട് അതിന്റെ ക്ലൈമാക്സ് കാണാതെ എങ്ങനെ മരിക്കുക? പച്ചപ്പൊട്ടി, പച്ചപ്പൊട്ടി, പൊട്ടി വേറെ പച്ചപ്പൊട്ടി. ഈ ഇരിക്കുന്ന പച്ചപ്പൊട്ടികൾ. കാരണമല്ല, മേക്കപ്പിന്റെ സാരി ഉടുത്ത് ഗ്ലിസറിൻ തേച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട്, കണ്ണിന് ഗ്ലിസറിൻ തേച്ചിട്ട് കരയുന്ന പെണ്ണിനെ കണ്ടിട്ട് 21 ഇഞ്ചിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പൊട്ടിക്കരഞ്ഞ പച്ചപ്പൊട്ടിയാണ്. പച്ചപ്പൊട്ടി. അവള് കരയുന്നത് ഗ്ലിസറിൻ തേച്ചിട്ടാണ്. അവള് ക്യാമറയുടെ മുമ്പിൽ ആ സീരിയലുകാരി കളഞ്ഞത്. ഒരു സീരിയൽ നടിക്ക് 500 സാരി ഉണ്ടെന്നാണ് ഇന്നത്തെ വനിതയുടെ റിപ്പോർട്ട്. 500 സാരി. യഥാർത്ഥത്തിൽ അഭിനയം പച്ചപ്പൊട്ടി എന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയില്ല. ഗ്ലിസറിൻ തേച്ച് കരയുന്ന ആ പെണ്ണ്, 500 സാരിയുള്ള പെണ്ണ്, ഒരു ദിവസം 10 പ്രാവശ്യം സാരി മാറി മാറി ഉടുത്ത് ക്യാമറയുടെ മുമ്പിൽ ഗ്ലിസറിൻ തേച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ടിട്ട് കരഞ്ഞ പെണ്ണ്, അവളാണ് പച്ചപ്പൊട്ടി. അതിനേക്കാൾ വലിയ പൊട്ടി വേറെ ലോകത്തിലാണ്. പച്ചപ്പൊട്ടി. നിങ്ങൾ പറഞ്ഞ കാര്യം. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതം മരണത്തിന് ശേഷമാണ്. മരിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. അള്ളാഹു ആ സന്തോഷം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യ ശരീരവും, യഥാർത്ഥത്തിൽ നമുക്ക് അറിയാവുന്ന ചില ആയത്തുകളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ആയത്താണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? ഇതാ ദറസ് എന്നതിന്റെ ഗുണം. എല്ലാ ജീവജാലങ്ങളും മരണപ്പെട്ടു പോകും. ഇത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരർത്ഥമാണ്. ചില ആയത്തുകൾ നമുക്ക് ആയത്തറിയാം, പക്ഷെ അർത്ഥം അറിയില്ല. അതിന് വലിയ ഹിസാൻ വൈത്തായതിൽ കുറവ്. അപ്പം നമുക്കറിയാം ജുമയുടെ ശക്തം ബെല്ലടിച്ചു, പള്ളിക്കകത്ത് ഒരാൾ ബെല്ലാണ്. ആയത്ത് കേൾക്കുമ്പോൾ മോനെ ഒന്നുകൂടി ഒത്തിരി സൗണ്ട് തുറന്നു വിട്ടേ, ഒരു ഇത്തിരി എക്കോ വെറുതെ വിട്ടാ ഹുനാന്ന് പറഞ്ഞാൽ ഹുനാന്ന് കേൾക്കേണ്ടത്, എന്നാലേ തന്നെ സുഖമുള്ളൂ. ആ സമയം യഥാർത്ഥത്തിൽ നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പഠിച്ച ഒരർത്ഥമാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ജീവജാലങ്ങളും മരണം. ഇവിടെ എല്ലാ ജീവജാലങ്ങളും മരിക്കുമെന്നല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയേറിയും. ദാഖ എന്ന് പറഞ്ഞാൽ രുചിക്കുക. മരണത്തിനൊരു രുചിയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ. മരണത്തിന് രുചിയുണ്ട്. ഓണമെടുത്തപ്പോ സീരിയലുകളിൽ മുഴുവനും, ചാനലുകൾ മുഴുവനും, എല്ലാ പത്രപ്രസിദ്ധീകരണങ്ങളും പായസം ഉണ്ടാക്കുന്ന രുചിയുടെ വകഭേദങ്ങൾ പറയുമ്പോ എല്ലായിടത്തും പായസത്തിന്റെ രുചിയാണ്. അൽസാദിന് 101 കറിയാണ് ഇപ്രാവശ്യം ഗിന്നസ് ബുക്കിൽ കയറാൻ പോയ കഴക്കൂട്ടത്ത്. എല്ലായിടത്തും രുചിയുടെ കഥകൾ. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലിയ രുചിയേടാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാ ജീവജാലങ്ങളും മരണത്തിന്റെ രുചിയറിയുമെന്ന് ദാഖ. ദാഖ എന്ന് പറഞ്ഞാൽ രുചിക്കുക. മരണത്തിന് രുചിയുണ്ട്. ആ രുചി ഏതാണ്? ഏതായാലും ലോകത്ത് രണ്ട് രുചിയേ ഉള്ളൂ. ഒന്നുകിൽ അത് മധുരമാണ്, അല്ലെങ്കിൽ അത് കയ്പാണ്. മരണത്തിന് 2 രുചിയാണ്. ഒന്നുകിൽ കയ്പേറിയ മരണം, അല്ലെങ്കിൽ രുചികരമായ മധുരമൂറുന്ന മരണം. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നിന്റെ അടിമകൾ ഈ പാതിരാ സമയത്ത് ഇവിടെ ഒരുമിച്ചിരിക്കുകയാണ്. ജീവിതത്തിന്റെ കഥ പറയാനല്ല, ലാഭത്തിന്റെ കണക്ക് കൂട്ടുകാരനാക്കാനല്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ഏറ്റവും വലിയ കച്ചവടം മരണത്തിന് ശേഷമുള്ള കച്ചവടമാണ്. ഞങ്ങളുടെ മരണം നീ രുചികരമാക്കണേ അല്ലാ. ഞങ്ങളുടെ മരണം നീ രുചികരമാക്കി തരണേ തമ്പുരാനെ. ഏറ്റവും രുചികരമായ മരണം കാണുമ്പോ, അതുകൊണ്ടല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബി ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാൽ, കറുത്തവനായ ബിലാൽ, കറുത്ത ബിലാൽ, ഉമയ്യത്തിന്റെ ചാട്ടവാറടിയേറ്റിട്ട് പിടഞ്ഞു പോയ ബിലാൽ, ആഫ്രിക്കക്കാരനായ ബിലാൽ. ആ ബിലാൽ മരണാസന്നനായി കിടക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കട്ടിലിന്റെ ഭാഗത്ത് ബിലാൽ കിടന്ന് സക്കറാത്തിൽ കിടന്ന് പിടയുകയാണ്. ഭാര്യ മക്കള് നിലവിളിക്കുമ്പോ ഭാര്യ മക്കളും മാതാപിതാക്കളും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ആ സമയത്ത് കറുത്തവനായ ബിലാൽ ചിരിച്ചില്ല. മനുഷ്യരെ, കറുത്തവനായ ബിലാലിന്റെ മുഖം വെളുത്തു. ഏത് സമയത്തെന്നറിയുമോ? മരണവേദന മുന്നിൽ കണ്ട സമയം. ഏത് കറുത്തവനും വെളുക്കുന്നൊരു ദിവസമുണ്ട്. ആ ദിവസമാണ് മരണദൂതം വരുന്ന ദിവസം, അസ്റായീൽ വരുന്ന ദിവസം. ഏത് കറുത്ത പെണ്ണിന്റെ മുഖവും വെളുമ്പുന്ന ദിവസം. അന്നാണ് കറുത്തവനായ ബിലാലിന്റെ മുഖത്ത് വെളുപ്പുണ്ടായത്. ബിലാൽ പറഞ്ഞു, പത്രേ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? എന്തിനാ? നിങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയല്ലേ? ഉപ്പയെ നഷ്ടപ്പെടുകയല്ലേ? ഭർത്താവിനെ നഷ്ടപ്പെടുകയല്ലേ? പൊന്നുമകനെ നഷ്ടപ്പെടുകയല്ലേ? ആ വിതയൊത്തിട്ട് ഞങ്ങൾ കരയുകയാണെന്ന് മറുപടി പറയുമ്പോ മരണസമയത്ത് പടന്തുണി കെട്ടിൽ കിടന്ന ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളോട് പറഞ്ഞതെന്താ? നിങ്ങൾ എന്റെ മുമ്പിൽ ഇരുന്നിട്ട് കരയുന്നത് എന്തിനാ? എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇപ്പോഴാ. ഞാൻ മരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സന്തോഷത്തോടെ നിങ്ങൾ എന്നെ യാത്രയാക്കണേ. കാരണം മരിച്ചു കഴിഞ്ഞാല് ഞാൻ പോകുന്നത് എവിടേക്കാണ്? അൽകാ മുഹമ്മദൻ വഹിസുബാ, അൽകാ മുഹമ്മദൻ വഹിസുബാ. ഞാൻ എന്റെ ഹബീബായ നബി തങ്ങളെ കാണാൻ പോവുകയല്ലേ? ഞാൻ അബൂബക്കറിനെ കാണാൻ പോവുകയല്ലേ? എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ, എനിക്ക് മുമ്പേ വിട പറഞ്ഞു പോയ ഉമറിനെ കാണാ. സഹോദരങ്ങളെ, മരണം ജീവിതത്തിന്റെ തുടക്കമെന്ന ശീർഷകത്തിന്റെ കീഴിൽ ആദ്യം അറിയുക, മരിച്ചു കഴിഞ്ഞാലാണ് പിന്നെ മനക്കോട്ടകള് തെളിയുക. സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസം മരണശേഷമാണ്. ഇവിടെ സ്വപ്നം കാണാനേ കഴിയൂ. ഇത് സ്വപ്നം വിളയുന്ന മണ്ണല്ല. ഈ ഭൂമി സ്വപ്നം മണയുന്ന തെളിയുന്ന മണ്ണല്ല. ഈ ഭൂമി സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന മണ്ണാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞിട്ട് ഒരാളും പോയിട്ടില്ല. ഒരു മനുഷ്യന്റെ ഈ സ്വപ്നങ്ങൾ ഇവിടെ പൂവണിഞ്ഞിട്ടില്ല. ആളുകളെ കുടുകുടാ ചിരിപ്പിച്ചവരെ ചിരിക്കാൻ കഴിയാത്ത ഭൂമി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, 2.5 മണിക്കൂർ സിനിമാ കോട്ടയിൽ നിന്നെ കുടുകുടാ ചിരിപ്പിച്ച തിരുവനന്തപുരം ജില്ലക്കാരൻ, നിന്നെ കുടുകുടാ ചിരിപ്പിച്ച ഹാസ്യതാരം ഇന്ന് വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ്. അയാൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല. 2.5 മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ചവന് ഇന്ന് കസേരയിരുന്നിട്ട് ചിരിക്കാൻ കഴിയുന്നില്ല. മറ്റൊരുത്തനെ ചിരിപ്പിച്ചവനെ ചിരിക്കാൻ കഴിയാത്ത ലോകം. 2.5 മണിക്കൂർ നിന്നെ പൊട്ടി ചിരിപ്പിച്ച ഇരിങ്ങാലക്കുടക്കാരൻ ഇന്നസെന്റിന് ജീവിതത്തിൽ ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ മഹാനായ നടൻ പോലും, നിങ്ങളുടെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ ആ വലിയ നടൻ പോലും പറഞ്ഞത് എന്തെന്നറിയുമോ? സിനിമയിൽ ഞാൻ 200ഓളം സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു തിരക്കഥ ഒരു നിർമ്മാതാവും ഇതേവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ക്യാൻസർ വന്നു പത്രേ. രോഗത്തോട് മല്ലടിച്ച് അവസാനം ചെക്കപ്പിന് പോയപ്പോ ഭാര്യ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. തലേ ദിവസം ഭാര്യയ്ക്കൊരു തലവേദന വന്നു. അതിന്റെ റിസൾട്ട് വാങ്ങിക്കാൻ അതേ ഡോക്ടർ തന്നെ പറഞ്ഞു. ഒരേ സമയത്ത് തന്നെ അറ്റൻ ടൈമിന് തന്നെ ഇന്നസെന്റിനോട് പറഞ്ഞു പത്രേ, നിങ്ങളുടെ രോഗം പൂർണ്ണമായി ഭേദമായി. റിസൾട്ട് വാങ്ങിച്ചിട്ട് ഭാര്യയോട് പറഞ്ഞു, ഭാര്യയ്ക്ക് ക്യാൻസർ ആണ്, ഭാര്യയ്ക്ക് ക്യാൻസറിന്റെ തുടക്കമാണ്. ഭർത്താവിന് രോഗശമനം വന്ന ദിവസം തന്നെ ഭാര്യയ്ക്ക് ക്യാൻസർ പിടിപെട്ട ഒരു തിരക്കഥ ഇന്നേ വരെ അപ്രഭാളികളിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ ജീവിതത്തിലാണ് ഇത് അനുഭവിച്ചത്. സഹോദരങ്ങളെ, ഇന്ത്യ രാജ്യത്തെ മുഴുവനും അടക്കി ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും പോയി ലണ്ടനിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി. ഇന്ത്യ അടക്കി പിടിച്ച പെണ്ണിന്, ഇന്ത്യ അടക്കി പിടിച്ച ഇറ്റലിക്കാരി പെണ്ണിന് ജീവിതത്തിൽ ഇപ്പൊ
ചിരിക്കാൻ കഴിയുന്നില്ല. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ. തമിഴന്റെ വാക്കുകളാണ് വലുത്. നാടകമേ ഉലകം നാളെ നടപ്പതേ ആരറിവാൾ. ഈ ഉലകം നാടകമാണ്. ഇതൊരു നാടകവേദിയിലെ തിരക്കഥയാണിത്. നമ്മൾ ഈ നാടകത്തിലെ അഭിനേതാക്കളാണ്. ഇടയ്ക്ക് വില്ലൻ നായകനാവുന്നു, ഇടയ്ക്ക് നായകന് വില്ലനായി മാറുന്നു. സഹോദരങ്ങളെ, ഇത് ദുനിയാവ്, സ്വപ്നം കരിഞ്ഞ ഭൂമിയാണ് ഈ ദുനിയാവ്. ദുനിയാവ് സൂക്ഷിക്കേണ്ടതാണ് നഞ്ച, പരലോക നന്മക്കുള്ളതായാൽ മുഞ്ച. ഈ ദുനിയാവ് ഇത് വിട പറയുന്ന ലോകം, സ്വപ്നങ്ങൾ കാണാൻ കഴിയാത്ത ലോകം. ഈ മദ്രസയുടെ സെക്രട്ടറിക്ക് ഒരു മകളുണ്ടായിരുന്നു. 8 വയസ്സ് വരെ പൊട്ടിച്ചിരിച്ച പൊന്നുമോൾ, ഉപ്പയുടെ കൈപിടിച്ച് നടന്നു പോയ പൊന്നുമോൾ. കഴിഞ്ഞ റമളാനിൽ ജീവിതത്തിലേക്ക് വന്നത് സഹിക്കാൻ പറ്റാത്ത വാർത്ത. ഇക്കഴിഞ്ഞ ദിവസം നടന്നു പോയത് 22 ദിവസം മുമ്പ് ആ മനുഷ്യൻ കയ്യിൽ പിടിച്ച് നടത്തിയ 8 വയസ്സുകാരി മോൾ എവിടേക്കോ പോയി, ആരടി മണ്ണിലേക്ക്. ഇനി എന്നാണ് ഉപ്പയാ മോളെ കാണുക? 8 വയസ്സ് വരെ കയ്യിൽ താലോലിച്ച് നടന്ന ഉമ്മ തന്നെ ഏത് കവിടത്താണോ മുത്തം കൊടുത്തത്, ആ മുത്തം കൊടുത്ത മകളെ ഇനി എന്നാണ് കാണുക? എവിടെയാണ് ആരടി മണ്ണിലേക്ക് പോവുക? സഹോദരങ്ങള്, കെട്ടിപ്പൊക്കിയതെല്ലാം തകർന്നു പോകുന്ന ഈ ദുനിയാവിൽ ആ മകൾ ഉപ്പയെ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴെന്നറിയുമോ? മരണം ജീവിതത്തിന്റെ തുടക്കമാണ്. ആ ഉപ്പയെ കാത്തു മകളിരിക്കുന്നുണ്ട്. എവിടെയെന്നറിയുമോ? നിന്റെ കബറിലേക്ക് കൊണ്ടുപോയി നിന്നെ മയ്യത്തിറക്കി വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു പിടി മണ്ണും വാരിയിട്ടിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. പെരുങ്കല്ല് മുകളിൽ വെച്ചു മിൻഹാ തൊട്ട് ഓതിയിട്ട് മണ്ണും ഇട്ട് സ്ഥലവും വീട്ട് അതിന്റെ മുകളിൽ ഒരു പെരുങ്കല്ലും വെച്ചിട്ട് എല്ലാവരും വിട പറഞ്ഞു കഴിയുമ്പോ മണ്ണിട്ട് മൂടിയിട്ട് കബറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വിട പറയുമ്പോ ആ സമയത്ത് കബറിലേക്ക് ആദ്യം വരുന്നത് അരക്ക് പിരിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ നിന്ന് സർവരും പോകുമ്പോ കബറിലേക്ക് ആദ്യം വരുന്നത് മുൻകരൻ നക്കീറുമല്ല, അടുത്തേക്ക് വരുന്നത് മലക്കുകളല്ല. അതിനു മുമ്പ് നിന്റെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ഭാര്യ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ബന്ധുക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ പൊന്നുമോള് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവ് കബറിൽ കിടക്കുന്നവനെ കാണാനെത്തുമെന്ന് ഇതേവരെ കള്ളം പറയാത്ത നാവ് കൊണ്ട് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. ആ മനുഷ്യൻ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിലിട്ടിട്ട് പോകുന്ന ദിവസം കാണാൻ വരും ഉപ്പ. ഈ ലോകത്തെ കുറിച്ചാണ് ഞാൻ പറയുക. ഉപ്പ, എന്താണ് ഞാൻ വിട പറഞ്ഞതിന് ശേഷം ഭൂമിയുടെ വിശേഷം? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അറിയാത്തതറിയുക സഹോദരങ്ങള്. ആദ്യം മരണപ്പെട്ടു പോയവന്റെ ആത്മാവുകൾ, അതിനു മുമ്പേ മരിച്ചു പോയവർ കബറിന്റെ ഉള്ളിൽ നേരത്തെ മരിച്ചുപോയ ബന്ധുക്കളുടെ വാപ്പയുടെ ഉമ്മയുടെ റൂഹുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, ഞാൻ കടയും കടക്കഥയും പറയാൻ വന്നതല്ല. എനിക്ക് നിങ്ങളോട് പറയണം, എനിക്ക് പറയേണ്ടത് ഈ ഭൂമിയുടെ വിജ്ഞാനമാണ്. ഈ ഭൂമിയുടെ വിജ്ഞാനമല്ല, ആഖിറത്തിന്റെ വിജ്ഞാനമാണ്. ആഖിറത്തിന്റെ വിജ്ഞാനമാണ് ഇത് കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനമാണ്. അള്ളാഹു ഇത് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇത് പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് പഠിപ്പിക്കാനാണ് സംവിധാനമില്ലാത്തത്. ആർക്കറിയാം? മണ്ണിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ പ്ലാസ്റ്റിക് ചുരുട്ടിട്ട് വലിച്ചെറിയാനുള്ളതല്ല. നിന്നെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ നിന്റെ ഉപ്പ മരിച്ചിട്ട് കണിയാപുരം പള്ളിയുടെ ഖബർസ്ഥാനം ഉണ്ടെങ്കിൽ കാണാൻ വരും, മോനെ എനിക്ക് ശേഷം നിന്റെ വാർത്തകൾ എന്തൊക്കെയായിരുന്നു? 6 അടി മണ്ണിന്റെ ഉള്ളിലിരുന്നിട്ട് വാപ്പയോട് മകൻ സംസാരിക്കുന്ന ദിവസം ഖബറിലെ പ്രഥമ രാത്രിയാണ്. ഖബറിലെ പ്രഥമ രാത്രിയാണ്. അള്ളാഹു നമ്മൾ അവിടെ നന്നാക്കി തരട്ടെ. ഇവിടെ ഈ മൊഞ്ചുണ്ടായിട്ട് കാര്യമില്ല, ഈ തഴമ്പ് ഇവിടെ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ തഴമ്പ് ആഖിറത്തിലേക്ക് കൊണ്ടുപോകും. അതിന് വിജ്ഞാനം പഠിക്കണം. ഏത് വിജ്ഞാനം? കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിക്കണം. അവിടേക്ക് നമ്മൾ തുടങ്ങുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി. ഇവിടെ എഴുന്നേറ്റിനും അക്ഷരയിലൊക്കെ നമുക്ക് പോകണം. ഈ ചുരുങ്ങിയ ദിവസം സമയം കൊണ്ട് അള്ളാഹു പറയുന്നത് മുഴുവനും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ ഞാൻ വന്നതല്ല. പഠിക്കണം. ഇന്ന് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി.
ദറസിന്റെ പടിവാതിലുകൾ അടയ്ക്കപ്പെട്ടു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ യൂറോപ്പിനെ നമ്മൾ സ്വീകരിച്ചു. നമ്മളെ വിട്ടു. യൂറോപ്പ് മതി, പടിഞ്ഞാറ് മതി എന്നൊരു ചിന്ത നമുക്കുണ്ട്. മക്കളെ UK വിട്ട് പഠിപ്പിച്ചാൽ അവൻ ഏറ്റവും നല്ലവനാണ്, അവൻ ആഖിറത്തിൽ പ്രയോജനപ്പെട്ടു എന്ന് നമ്മൾ കരുതി. നിങ്ങൾ ഈ കണിയാപുരം മുതൽ കഴക്കൂട്ടം വരെ ഏത് സ്ഥലത്തും നിങ്ങളൊരു 2 പരസ്യമാണ് ഏറ്റവും കൂടുതൽ. 2 പരസ്യം. കണിയാപുരത്ത് നിങ്ങൾ പോയാൽ അവിടെ കാണുന്ന ഏറ്റവും വലിയ പരസ്യം ഏതാ? മലേഷ്യൻ ഗോൾഡ് സൂക്കിന്റെ എന്റെ വലിയ ഹബീബാണ് അദ്ദേഹത്തിന് അനുജന്റെ മോളെ വിവാഹം കഴിച്ചിരിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അള്ളാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. മലേഷ്യൻ ഗോൾഡ് സൂക്കിന്റെ പരസ്യം നമ്മൾ കാണും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ കണിയാപുരം മുതൽ കഴക്കൂട്ടം വരെ പോയാൽ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോയാൽ ഏത് ഇലക്ട്രിക് പോസ്റ്റിലും 2 പരസ്യമാണ് കൂടുതൽ. ഒന്ന്, UK പഠിക്കാൻ അവസരം. മക്കളെ നമ്മൾ UK വിട്ടു. ഒന്നേതാ? UK പഠിക്കാൻ അവസരം. രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പരസ്യമുള്ളത് മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും. ഈ 2 പരസ്യമാണ്. അല്ലേ? ആണോ? അല്ലേ? നിങ്ങളെല്ലാന്ന് പറയും. ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് 2 ഒരുപോലെ. അവിടെ പോയി പഠിച്ച പിന്നെ ഇത് വന്നേ പറ്റും. ഈ 2 പരസ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ. ഒന്ന് UK പഠിക്കാൻ അവസരം, 2 മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തും. നമ്മുടെ മക്കൾ UK പോയാലെന്ന് കരുതി എന്തുകൊണ്ട്? നാളെ ഖബറിൽ നിന്റെ മക്കളുമായി നിനക്ക് സല്ലപിക്കാൻ കഴിയണമെങ്കിൽ ആ ഭാഗത്തേക്ക് നിന്റെ മക്കളെ പഠിപ്പിക്കാൻ നിനക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിനാക്കി തരുമാറാകട്ടെ. നമ്മൾ മക്കളെ UK വിട്ട് പഠിപ്പിക്കുക. അവര് വന്ന് പൈസ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ പിന്നെ പാന്റിന്റെ പോക്കറ്റിൽ കയ്യും തിരുമി നമ്മളിങ്ങനെ അങ്ങോട്ട് അടക്കുക. മാനം നോക്കി പാന്റിന്റെ പോക്കറ്റിന്റെ ഉള്ളില് കൈകുത്തി. എടാ പച്ചപ്പൊട്ട, ഈ പാന്റിന്റെ പോക്കറ്റിൽ നീ കൈയിടുന്നെന്തിന്? ഈ പാന്റിന്റെ പോക്കറ്റിൽ അത് യൂറോപ്പിന്റെ സംസ്കാരമാണ്. അത് ബ്രിട്ടനിലാണ്. അവിടെ തണുപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ആളുകൾ തണുക്കാതിരിക്കാൻ കൈ പാന്റിന്റെ പോക്കറ്റ് ഇടും. നമ്മളതും ഫാഷൻ. നമുക്ക് ജോലി എന്താ? നമ്മളൊന്നും ചെയ്യില്ല. നമ്മൾ പാന്റിന്റെ ഉള്ളിൽ പോക്കറ്റ് കൈമ്മ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ വന്ന എവിടെയും വന്നൊക്കെ പള്ളിയുടെ മുമ്പിലോ ഈ കൊള എന്തുണ്ടേ? നമ്മൾ പാന്റിന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് നമ്മൾ ഈ ദുനിയാവിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഈ വാഫിയും ഈ കോഴ്സ് എന്തുണ്ടേ? നമ്മുടെ കുട്ടികളെ UK വിട്ട് പഠിപ്പിക്കുക. ഈ പാന്റിന്റെ പോക്കറ്റ് കൈയിടല് തന്നെ യൂറോപ്പ് പഠിപ്പിച്ച അത് യൂറോപ്പിന് അത് അവര് തണുപ്പുള്ളത് കൊണ്ട് പോക്കറ്റ് കൈയിട്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തു? യൂറോപ്പിനെ കടമെടുത്തു. പടിഞ്ഞാറ് മതി എന്ന് കരുതി അവിടെ നിന്ന് മാറ്റിയിട്ട് കരിങ്കല്ലിനെ കരയിപ്പിക്കുന്ന വിജ്ഞാനം പഠിപ്പിക്കാൻ എന്ന് നമുക്ക് കഴിയുന്നുവോ? അന്നല്ലാതെ മരണം ജീവിതത്തിന്റെ തുടക്കമാവില്ല. അങ്ങനെ പഠിപ്പിക്കാത്തവന് മരണം ജീവിതത്തിന്റെ അവസാനമാണ്. അവന് പിന്നീടില്ല. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? യൂറോപ്പ് പച്ച വ്യഭിചാരം പഠിപ്പിച്ച നാടാണ്. ഏത് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട് കേരളത്തിൽ, രാമു കരിയാട്ട്. അറിയോ രാമു കരിയാട്ടിനെ? അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ഈ ചന്തയിൽ നിന്ന് കിട്ടുന്ന ഈ പൊടിമീനും തിന്നിട്ട് അങ്ങ് നടന്നാൽ മതി. നിങ്ങൾക്ക് ദുനിയാവ് അറിഞ്ഞൂടെ മനുഷ്യന്മാര്. പ്രശസ്തനായ എഴുത്തുകാരനാണ് രാമു കരിയാട്ട്. ഈ ഒന്നുകൂടി പറഞ്ഞാൽ ചെമ്മീന്റെ സംവിധായകൻ. വലിയാരെ കണ്ടോന്ന് ഇപ്പൊ ചോദിക്കും. നമുക്ക് നേരെ ബുദ്ധി അങ്ങനെ പോകും. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. നിങ്ങൾ കരുതുന്നതിനൊക്കെ അപ്പുറത്താണ് എൻ്റെ വായനയുടെ ലോകം. ഞാൻ ഇത് മാത്രം വായിക്കുന്ന ഒരാളല്ല. എൻ്റെ വായനയുടെ ലോകം നിങ്ങളൊക്കെ കരുതുന്നതിന് അങ്ങേ അപ്പുറത്താണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയൊക്കെ ഞാൻ 4 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എൻ്റെ ജോലിയെ വായന എൻ്റെ വായനയുടെ ലോകം നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെ ഒരു മൂല്യാരല്ലേ? എല്ലാം വായിക്കും. എന്നാലേ ഈ ലോകത്ത് ദൈവത്ത് നടക്കും. എന്നാലേ ഈ ലോകത്തിന് ദൈവത്ത് നടക്കൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം വളർന്നനുസരിച്ച് നമ്മുടെ പ്രബോധനവും പോകേണ്ടതുണ്ട്. രാമു കാര്യാട്ട് ലണ്ടനിൽ പോയപ്പോ സായിപ്പിന്റെ അതിഥിയായിട്ട് താമസിച്ചു. ആ സമയത്ത് ഭയങ്കര തണുപ്പ്. സായിപ്പ് മാതാമയും തീ കത്തിച്ചു. സായിപ്പ് മദാമയും രാമു കാര്യായിട്ട് തീ കായായിരിക്കുക. അപ്പോ മദാമ പറഞ്ഞു സായിപ്പിനോട്, സായിപ്പേ എനിക്ക് വല്ലാതെ തണുക്കുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു.
അപ്പോ സായിപ്പ് പറഞ്ഞു മുതാമ്മയോട്, എനിക്കിപ്പോ നിന്നെ ചേർത്ത് പിടിക്കാനുള്ള മൂടില്ല, രാമുവെ പറ്റുമെങ്കിൽ നീ ഒന്ന് ചേർത്ത് പിടിക്കാം. ഇതാണ് യൂറോപ്പ്, ഇതാണ് യൂറോപ്പ്. കിണിക്കണ, ഇതാണ് യൂറോപ്പ്. യഥാർത്ഥത്തിൽ ഇത് മതി എന്ന് നമ്മൾ കരുതി. ആ സമയത്ത് എന്നോട് നിങ്ങൾക്കൊന്നും തോന്നരുത്. നിങ്ങൾ ടെക്നോ പാർക്കിന്റെ പരിസരം മുതൽ ഇങ്ങോട്ട് വരെ നടക്കും. സൗകര്യം കിട്ടുന്നവൻ ആരാണോ എന്താ മനുഷ്യന്മാരെ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണത്? എന്താ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണത്? ധാർമ്മികത നഷ്ടപ്പെട്ടതുണ്ടായപ്പോ എല്ലാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ടെക്നോ പാർക്കിൽ നിന്ന് വെള്ളിയാഴ്ച കൃത്യമായി എന്റെ ജുമയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഞാൻ എല്ലാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ജുമയ്ക്ക് വേണ്ടി മാത്രം അവരെത്തുന്നവർ. സൗകര്യം കിട്ടുന്നത് എന്താണോ? പച്ച വ്യഭിചാരം. ആ വ്യഭിചാരത്തിന്റെ വിജ്ഞാനത്തിലേക്ക് നമ്മുടെ തലമുറയെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോ ടെറസിന്റെ പടിവാതിൽ അടിച്ചു കളഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരായ യൂറോപ്പിന്റെ പച്ച വ്യഭിചാരം ഏത് വ്യഭിചാരമാ? അർജന്റീന ലോകകപ്പിന്റെ ഏറ്റവും വലിയ ഫുട്ബോളറായ ലയണൽ മെസ്സിയെ താരാരാധന നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ ലയണൽ മെസ്സി? ആരാ? പച്ച വ്യഭിചാരിയല്ലേ? ആരാ മെസ്സി? ആരാ? പച്ച വ്യഭിചാരിയല്ലേ? ചെറുപ്പക്കാരാ, ലയണൽ മെസ്സിയുടെ ചിത്രവും ടീഷർട്ടിൽ ചേർത്ത് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരാ മെസ്സി എന്നറിയോ? പച്ച വ്യഭിചാരി. കഴിഞ്ഞ ലോകകപ്പിന് അർജന്റീന തോറ്റ് കഴിഞ്ഞപ്പോ, തോറ്റെന്ന് പറഞ്ഞാൽ അന്തം വിട്ട തോക്കല് തോറ്റപ്പോ, എതിരില്ലാത്ത 4 ഗോളിന് അർജന്റീന തോറ്റു. പിറ്റേ ദിവസം രാവിലെ തന്റെ കാമുകിയുടെ കൈ പിടിച്ചിട്ട് ഹവായ് ദ്വീപിലേക്ക് മെസ്സി ആഘോഷിക്കാൻ പോവുകയാ. എയർപോർട്ടിൽ വെച്ച് തന്റെ അരക്കി പോട്ട് വസ്ത്രമില്ലാത്ത കാമുകിയുടെ കയ്യിൽ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോ, ആരാ മോനെ, ഒരാള് വ്യഭിചരിക്കാൻ പോയാൽ തന്നെ ആരും അറിയാതെ പോകരാ പതിവ്. പക്ഷേ ഞാൻ വ്യഭിചരിക്കാൻ പോവുകയാണെന്ന് കാമുകിയുടെ തോളത്തെ കയ്യിലിട്ടിട്ട് എയർപോർട്ടിൽ വെച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത പച്ച വ്യഭിചാരിയായ മെസ്സിയുടെ സംസ്കാരം, ആ സംസ്കാരം പഠിപ്പിച്ചു നമ്മുടെ മക്കളെ. ഇസ്ലാമിന്റെ യൂറോപ്പിന്റെ സംസ്കാരം പഠിപ്പിച്ചപ്പോ യഥാർത്ഥത്തിൽ മുസ്ലിം ലോകത്തിന് വന്നത് ഇതാണ്. അതല്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഏത് വിജ്ഞാനമാ പഠിപ്പിക്കേണ്ടത്? യുകെയിലെ അവസരമല്ല, കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കണം. കരിങ്കല്ലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കണം. ഏടാ കരിങ്കല്ലിനെ പഠിപ്പിച്ച വിജ്ഞാനമേടാ? കൊടുങ്കാട്ടിലൂടെ നടന്നു പോകുമ്പോ റൂഹുമാഹിയുടെ മുമ്പിൽ ഇരുന്നിട്ടൊരു കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞില്ല മുഅ്മിനീങ്ങളെ? ഒരു കരിങ്കല്ല് ഇരുന്നിട്ട് പൊട്ടിക്കരയുകയാ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, കരിങ്കല്ലേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് കണ്ണുനീരിട്ട് വീണ കരിങ്കല്ല് പറഞ്ഞത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ അറിയുക, ഇത് നിരർത്ഥക പാഠത്തിന്റെ പാഠമല്ല. ഈ കാണുന്ന കരിങ്കല്ല് പൊട്ടിക്കരഞ്ഞവത്രേ. കരിങ്കല്ലിന്റെ കണ്ണിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തൊഴുത്തുവത്രേ. റൂഹുല്ലാഹി ഈസാ നബി ചോദിച്ചു, കരിങ്കല്ലേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്താണ് കരിങ്കല്ല് പറഞ്ഞത്, അൽഹമനി റബ്ബി വഖൂദുഹൻ നാസു വൽ ഹിജാറ.